ഹായ് എവരി വൺ, എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. സോ നമുക്ക് ലാസ്റ്റ് ഒരു ഫ്രൈഡേ, അതായത് നല്ലൊരു വീക്ക് നമ്മൾ നല്ലൊരു ബൈങ്ങിൽ നിന്നിട്ട് ലാസ്റ്റ് ഫ്രൈഡേ ആയപ്പോൾ നമുക്ക് നല്ലൊരു സെല്ലിങ് വന്നു. ആൻഡ് എന്താ പറയുക, നമുക്കൊരു വീക്ക് ക്ലോസിംഗ് ആണ്, ഒരു വീക്ക് ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് തേഴ്സ്ഡേ നമ്മുടെ ഷോയിൽ തന്നെ പറഞ്ഞായിരുന്നു എല്ലാം പോസിറ്റീവാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് OI അനാലിസിസ് പോസിറ്റീവ് വരുന്നത് FIDA ഡാറ്റ വന്നിട്ടില്ല. ബട്ട് ഞാൻ ഫ്രൈഡേ ചെക്ക് ചെയ്യുമ്പോഴും FIDA ഡാറ്റയും പോസിറ്റീവൊക്കെ ആയിരുന്നു. ബട്ട് നമുക്ക് വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന ആ ഒരു സെല്ലിങ് കുറച്ച് നമ്മളെന്താ പറയുക, നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, എവറിത്തിങ് ഈസ് വെൽ ദെൻ ടൈം ടു സെൽ എന്ന്. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി, അതുകൊണ്ട് നമുക്ക് സെല് ചെയ്യാം. അത് മാത്രമാണോ എന്നുള്ളത് നമുക്കൊന്ന് പ്രൈസ് ആക്ഷനിൽ വെച്ചിട്ടൊന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നിഫ്റ്റിയുടെ ഒരു 4 hour നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള 4 hour ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് നിഫ്റ്റിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു സെല്ലിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എപ്പോഴും നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ പറ്റി നമ്മളിടക്ക് പറയാറുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊന്ന് അതിനെപ്പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു സെല്ലിങ് നമുക്ക് ഇവിടെ ഉണ്ടായേക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. നമുക്ക് മാർക്കറ്റ് ഇവിടെ നല്ല ഒരു അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ മാർക്കറ്റിന് നല്ലൊരു ഹൈ പോവുകയായിരുന്നു അല്ലേ. ഇവിടെ നിന്ന് നമുക്ക് കാണാം മാർക്കറ്റ് ഒരു ഹൈ എടുത്തു, ഹൈ എടുത്തു, ലോ എടുത്തു, ഹൈ എടുത്തു പോയാണ്. ആൻഡ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്തായി, ഈ ഒരു മാർക്കറ്റിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായതിന് ശേഷം ഈ ഒരു ലെവലും ഇതും വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, അത് മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്രയും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊരു ഏതൊരു സ്ട്രക്ചറിൻ്റെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ അൺടച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ക്യാൻഡിൽസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തേർഡ് ക്യാൻഡിൽ അല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ വന്നു, ദെൻ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ക്യാൻഡിൽ ആൻഡ് ഈ ഒരു തേർഡ് ക്യാൻഡിൽ. അപ്പോൾ തേർഡ് ക്യാൻഡിലും ഇവിടെ നമ്മളുള്ള ഫസ്റ്റ് ക്യാൻഡിലും തമ്മിലൊന്ന് നോക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലേക്ക് വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അൺഫിൽഡ്, അതായത് ഈ ക്യാൻഡിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് പറയണത്, ഇതിനെയാണ് നമ്മൾ ഒരു ഫെയർ വാല്യൂ FEG എന്നൊക്കെ കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താലൊക്കെ FEG കണ്ടുപിടിക്കാം. അപ്പോൾ വൺസ് ആ FEG അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഇവിടെ നമ്മളിങ്ങനെ ഒരു ബോക്സ് വരച്ച് വെച്ചാൽ ലാസ്റ്റ് ഫ്രൈഡേ നമുക്കെന്തായി, ആ FEG ഗ്യാപ്പിൽ നിഫ്റ്റി ടച്ച് ചെയ്തു. ഈ FEG ഗ്യാപ്പിലാണ് ഇവിടെ നമുക്ക് കാണാം, FEG ഗ്യാപ്പിലാണ് എന്ത് ചെയ്തത്, നിഫ്റ്റി ടച്ച് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു സെൽ ഓഫ് ഉണ്ടായിരിക്കുന്നത്. വൺസ് ഇവിടെ ടച്ച് ചെയ്തു ആൻഡ് അവിടെ നിന്ന് തന്നെ നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്തായി, അവിടെ നിന്ന് തന്നെ സെല്ലിങ് ഉണ്ടായി. ആൻഡ് ആ സെല്ലിങ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ടാണ് നിർത്തിയേക്കുന്നത്, ബിക്കോസ് അവിടെ രണ്ടാമതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ അത് തേഴ്സ്ഡേ സംസാരിക്കേണ്ടതായിരുന്നു. ഈവൻ എന്താ പറയുക, ഒന്ന് മിസ്സായി പോയി എന്നുള്ള കാര്യം ശരിയാണ്. ബട്ട് ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഈ ഒരു ഹൈൻ്റെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ സ്റ്റിൽ നമുക്കൊരു ചാൻസ് മിസ്സായി എന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റില്ല. ഓക്കെ, ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു പോയിൻ്റ് അതായിരുന്നു, അതായത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി എന്താകുന്നത്, ഒരു റിവേഴ്സിങ് ഇത് സൂചിപ്പിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഇതിൽ പറയാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ നമുക്ക് OI അനാലിസിസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ഡിമാൻഡ് സോണൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിമാൻഡ് സോണും ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ഫാൾ ഉണ്ടായത്. അപ്ഡേറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, ബിക്കോസ് ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയതുപോലെ ഞാനും ചെറിയൊരു ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഫ്രൈഡേ ഒരു അപ്ഡേറ്റ് ഒക്കെ ശരിക്കും കുറവ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്നിരുന്നാലും നമുക്കിനി മൺഡേയിലേക്കുള്ള നമുക്ക് ജസ്റ്റ് നിഫ്റ്റിയുടെ ഒരു OI അനാലിസിസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് നിഫ്റ്റിയുടെ OIയിൽ നിൽക്കുന്നതെന്ന്. നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ എന്താ പറയുക, നമുക്ക് 22,600 ഒരു സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നമുക്ക് സ്ലൈറ്റായിട്ട് അവിടെ കുറച്ചും കൂടി ഒരു സപ്പോർട്ടാണ് നമുക്ക് കുറച്ചും കൂടി നിന്നത്, നമ്മൾ യെല്ലോ ലൈനിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് 22,600 എന്നുള്ളത്
ആ സെയിം ഒരുപാട് ചേഞ്ച് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ സപ്പോർട്ട് ഈവൻ നമുക്ക് നല്ല രീതിയിൽ വീക്ക്നെസ് കാണാം. ബിക്കോസ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റത്തെ അതായത് 22,600 ലെവൽ വെച്ച് നോക്കുമ്പോൾ ഓക്കെ കുറച്ച് ആ സപ്പോർട്ട് കുറവ് തന്നെയായിരുന്നു. ഓക്കെ 22 സോറി ഇത് നമ്മൾ 2 മെയിലെ എക്സ്പയറി ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ അതായത് ഇനി വരുന്ന ഒരു 4 ഡേയ്സ് വീക്കിലി എക്സ്പയറിൻ്റെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് 22,600 സ്റ്റിൽ ഒരു സ്റ്റാഡിൽ ഫോർമേഷൻ പോലെയുണ്ട്. 22,500 to 22,600 ഒരു സ്റ്റാഡിൽ ഫോർമേഷൻ പോലെ തന്നെയാണ് നിൽക്കുന്നത്. വലിയൊരു ചേഞ്ചൊന്നും കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് കാണാനും കഴിയുന്നില്ല. അപ്പോൾ ആ ലെവലിൽ തന്നെ നോക്കുക. ആൻഡ് മാക്സിമം കോള് വരുന്നത് നമുക്കെന്താ 22,900 തന്നെയാണ്. ആൻഡ് ഇവിടെ ആണെങ്കിലും കോള് 36 അതായത് 22,500 നമുക്ക് 36.2 കോൾ ബിൽഡിങ്ങും ഇവിടെ 22,900 മാക്സിമം 37.28. അപ്പോൾ OA അനാലിസിസ് നമുക്ക് 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റാം. നിഫ്റ്റിയുടെ OA അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ 22,500 അല്ലേ 400 നിന്നാണ് ആ ഒരു പുൾ ബാക്ക് ഉണ്ടായേക്കുന്നത്. ബട്ട് നമുക്ക് 22,500 സ്റ്റിൽ നമുക്ക് നല്ലൊരു പുട്ട് റൈറ്റിംഗ് അവിടെ കാണാം. സ്റ്റാഡിൽ ഫോർമേഷൻ ഇപ്പോഴും ആ 22,500 അവിടെ ഉണ്ട്. ആ 500 ഇപ്പോഴും നല്ലൊരു സപ്പോർട്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് വലിയൊരു അൺവൈൻഡിങ് മീൻസ് പുട്ടിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് പോസിറ്റീവ് തന്നെയാണ്. ആൻഡ് 22,600 നമുക്ക് സ്റ്റിൽ നമുക്കൊരു സ്റ്റാഡിൽ ഫോർമേഷൻ തന്നെ അവിടെയും കോൾ റൈറ്റിങ്ങും പുട്ട് റൈറ്റിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് യെല്ലോ ലൈൻ മാറ്റിയിട്ട് നമുക്ക് കുറച്ചൊന്ന് റെഡും ആൻഡ് അതോടൊപ്പം തന്നെ നമുക്കൊരു ഗ്രീൻ ലൈനും കൊടുക്കാം. ഗ്രീനാണ് നമുക്ക് കുറച്ചൊന്ന് ബാക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ഒരു ഗ്രീനും കൊടുക്കാം. അപ്പോൾ 22,500 to 22,400 ലെവൽ നല്ലൊരു സപ്പോർട്ട് റീജിയൻ തന്നെയാണ്. ഈവൻ 22,500 താഴെയാണ് ക്ലോസിംഗ് എങ്കിലും നമുക്കെന്താ പറയുക നമ്മൾ നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ നിഫ്റ്റി അതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ആ ഒരു ലെവൽ ശ്രദ്ധിക്കുക. ആൻഡ് 22,500 ചെറിയൊരു കോൾ റൈറ്റിംഗ് ഉണ്ട്. ഓൾറെഡി നമ്മൾ അവിടെ ഒരു റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ആ ലെവൽസിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത് 22,900 ആണ്. അതും നമ്മൾ ഏകദേശം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 22,900 അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 22,600 നമ്മൾ പറഞ്ഞ് നമുക്കിപ്പോൾ ഒരു ഒരു സ്ട്രാഡൽ ഫോർമേഷനായിട്ട് ഇപ്പോഴും നമുക്ക് അവിടെ കോൾ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അതാണ് OA അനാലിസിസിൽ വെച്ചിട്ട് നമുക്ക് നിഫ്റ്റീനെ പറ്റി പറയാനുള്ളത്. സ്റ്റിൽ OAയിൽ വെച്ചിട്ട് അത് വലിയൊരു ഡിഫറൻസ് കാര്യങ്ങളില്ല എന്ന് വേണം നമുക്ക് നിഫ്റ്റീനെ വെച്ച് നോക്കുമ്പോൾ പറയാൻ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇനി എക്സ്പയറി 2 ഡേയ്സ് 30th ഏപ്രിലിൽ ആൻഡ് ഏപ്രിൽ ലാസ്റ്റിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഉണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 48 to 48,500 റേഞ്ചിൽ സ്റ്റിൽ അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി. ആൻഡ് മാക്സിമം കോൾ ആൻഡ് പുട്ട് റിട്ടേൺ അതിൽ ആ ഇൻസൈഡിൽ അതിൽ തന്നെയാണ്. സ്ട്രാഡിൽ നമുക്ക് കൺഫേം സ്ട്രാഡിൽ ഫോർമേഷനായിട്ടൊന്നും നമുക്കിപ്പോൾ കറൻ്റ്ലി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ 48 to 48,500 അപ്പോൾ ആ ലെവൽ മാത്രം നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 48,000 നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. ആൻഡ് 48,500 നമുക്കൊരു നല്ല റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. അവിടെയും നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്ക് മാക്സിമം റെസിസ്റ്റൻസ് 49ഉം ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 47,500 ആണ്. അവിടെയും നമുക്ക് ഒരു കോൾ റൈറ്റിങ്ങും കാണാനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു. ബട്ട് ഇപ്പോൾ നമുക്ക് കോൾ റൈറ്റിംഗ് അവിടെ ഭയങ്കര വീക്കായിട്ടാണ് ഫീൽ ആവുന്നത്. ബിക്കോസ് ഓൺലി 2 ഡേയ്സ് ഉള്ളൂ നമുക്ക് എക്സ്പയറി വരുന്നത്. അപ്പോൾ അവിടെ കോൾ ആൻഡ് പുട്ട് റൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു വീക്ക്നെസ് കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതായത് വളരെ ഒരു സ്ലൈറ്റ് ഗ്യാപ്പിൽ തന്നെ ഇവിടെ നമുക്ക് ഏത് ലെവലിലും ബാങ്ക് നിഫ്റ്റി കൺസോൾഡേറ്റ് ചെയ്യുന്ന ലെവൽസ് വരുന്നുണ്ട്. അപ്പോൾ 48,500 to 48,000 അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽ എന്ന് പറയാൻ. ഒരു OAയിൽ നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ 2 ലെവലാണ്. ഒരു സൈഡ് വേസിന് പറ്റണം, അതായത് ഷോർട്ട് സ്ട്രാഡിൽ വന്ന ലെവലാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത ലെവൽസ്. ഓക്കെ, അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടായത്. ഇനി നമുക്ക് ഒരു FIDA ഡാറ്റ നോക്കാം. നമുക്ക് ലാസ്റ്റ് തേഴ്സ്ഡേ നമുക്ക് FIDA ഡാറ്റയിൽ നമുക്കൊരു അപ്ഡേറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ബട്ട് FIDA ഡാറ്റ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിരുന്നു. വൺസ് ഫ്രൈഡേ ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ
അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോഴും നമുക്ക് FISൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് പോസിറ്റീവായിട്ടുള്ള ഇപ്പോഴും സ്റ്റിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ലാസ്റ്റ് തേഴ്സ്ഡേ ഒന്ന് നെറ്റ് ബുള്ളിഷ് ആയിരുന്നു. ബട്ട് നമുക്ക് ഫ്രൈഡേ നോക്കുമ്പോൾ നെറ്റ് ബിയറിഷ് ആണെങ്കിലും കോൾസിൻ്റെ ആ ഒരു ലോങ്ങിലേക്കുള്ള പൊസിഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് തേഴ്സ്ഡേ നല്ല രീതിയിൽ ബുള്ളിഷ് ആയത് നമുക്ക് ഫ്രൈഡേ ആയപ്പോഴത്തേക്കും ഒന്ന് ബിയറിഷ് ആയിട്ടുണ്ട്, ഒന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്. അതൊരു എന്താ പറയുക, വേണമെങ്കിൽ ഒരു ന്യൂട്രലൈസ്ഡ് എന്ന് പറയാം. ആൻഡ് ഇവിടെയും കാണാം നമുക്ക് FISൻ്റെ തന്നെ OA ഇൻഡെക്സ് ഓപ്ഷൻസിലും ഒരു കോൾ ലോങ് ഒന്ന് സ്ലൈറ്റ്ലി അപ്പായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബിയറും അപ്പായിട്ടുണ്ട്. നമുക്ക് കാണാം ലോങ് പുട്ടാണ് കുറച്ചും കൂടി ലോങ് ആക്കുന്നത്. അത് ബിയറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. ആൻഡ് സെല്ലിംഗ് ഒന്ന് കുറഞ്ഞത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIS സെല്ലിംഗ് അതായത് ലോങ് പുട്ടാണ് അവർ കുറച്ചും കൂടി ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. FISൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഫ്രൈഡേ കുറച്ചൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി പ്രോ നോക്കാം. പ്രോയും ഒരു വീക്ക്നെസ് ആയിട്ട് കുറച്ചും കൂടി ഹ്യൂജ് വീക്ക്നെസ് ആണെന്ന് വേണം പറയാൻ. ബിക്കോസ് പ്രോയിൽ നമുക്ക് ലോങ് ആയിട്ട് കാണാൻ കഴിയുന്നില്ല. അവർ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ലോങ്ങിലേക്ക് അവർ പുട്ടിനെ നിൽക്കുന്നുണ്ട്. അത് ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ തേഴ്സ്ഡേ അവർ സെല്ലിംഗ് ആയിരുന്നു, ബട്ട് ആൻഡ് ഫ്രൈഡേ അവർ കുറച്ചൊന്ന് സെല്ലിംഗ് ഒന്ന് കുറച്ചിട്ടുണ്ട്. അത് സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് ആണെന്ന് പറയാം. ബിക്കോസ് സെല്ലിംഗ് അവർ കണ്ടിന്യൂ ചെയ്യാത്തത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ. ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കാൻ നേരത്ത് കംപ്ലീറ്റ്ലി ബിയറിഷ് ആണ് കാണുന്നത്. ആൻഡ് ലോങ്ങിലേക്ക് മാക്സിമം ഒരു പുട്ടിനെ ഹോൾഡ് ചെയ്യുന്നു. മീൻസ് നെഗറ്റിവിറ്റി ആണ്. ആൻഡ് ഫ്യൂച്ചേഴ്സ് OA ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ നെഗറ്റിവിറ്റി തുടരുകയാണ്. അവർ ആ ബൈയിങ് ഉണ്ടായത് ഇപ്പോൾ സെല്ലിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIDA ഡാറ്റ വെച്ച് നോക്കുമ്പോൾ FIS കുറച്ച് നെഗറ്റീവ് ആണെങ്കിലും സ്ലൈറ്റ്ലി അവർ ആ ലോങ് പൊസിഷൻ, കോളിൻ്റെ ലോങ് പൊസിഷനും അവരൊന്ന് അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ബട്ട് അതായത് DAS കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് തന്നെ തുടരുകയാണ് മാർക്കറ്റിൽ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഈവൻ നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെയാണ് ബൈ ആൻഡ് സെല്ല്. FIS -3000 ഒരു സെല്ലായിട്ട് പോകുന്നു. ആൻഡ് DAS നല്ല ബൈയിങ് വരുന്നു. 4000 പ്ലസ് 300 ഒരു ബൈയിങ്ങും വരുന്നുണ്ട്. അപ്പോൾ അതാണ് FIDA ഡാറ്റ. നമുക്ക് ഓവറോൾ അനാലിസിസ് പ്ലസ് നമുക്ക് OA അനാലിസിസ്. അപ്പോൾ OA അനാലിസിസും FIDA ഡാറ്റ എന്നും നമുക്ക് FISൻ്റെ ഭാഗത്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ചൊന്ന് നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ആകുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഇവിടെ നമ്മൾ മെയിൻ നോക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ പറഞ്ഞു. 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കാം. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിനി നമ്മൾ ശരിക്കും വീക്ക്നെസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എന്താ ഒരു 420 to 400 താഴെ, അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെയെങ്കിലും നമുക്ക് എന്താ ഒരു വീക്ക്നെസ് ക്ലോസിങ് നമുക്ക് കിട്ടണം. അതായത് ഒരു ഒന്നില്ലെങ്കിൽ ഒരു ബിയറിഷ് മർബോസ് ക്യാൻഡിൽ ഫോർമേഷൻ, അതല്ല എങ്കിൽ നമുക്കൊരു ബിയറിഷ് എന്താ പറയുക, നമുക്കൊരു ബിയറിഷ് സ്പിൻ ടൈപ്പ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽസ് നമുക്ക് ഒരു 22,500 300 to 400 ലെവൽ തന്നെയാണ്. ബട്ട് ഇവിടെ നമുക്ക് കണ്ടിന്യൂവേഷൻ, അതായത് ഓൾറെഡി 2 ക്യാൻഡിൽ ഫോർമേഷൻ കഴിഞ്ഞു. ഓൾറെഡി നമുക്ക് ഈ 2 ക്യാൻഡിലിനൊരു ഫോർമേഷൻ കഴിഞ്ഞു. ആൻഡ് കണ്ടിന്യൂസ് ക്യാൻഡിൽ ആണ് വരുന്നത് എങ്കിൽ ദെൻ 300, അതായത് എന്താ പറയുക, ഇവിടെ നമുക്ക് നല്ല അപ് ട്രെൻഡ് ഉണ്ടായി, ഒരു ഡൗൺ എടുത്തു, പിന്നെയും ഒരു ഹൈ എടുത്തേക്കുന്നതാണ്. ഇവിടെയാണ് നമുക്കൊരു ലാസ്റ്റ് ഒരു എന്താ പറയുക, നമുക്കൊരു സ്വിങ് ഹൈ ഇവിടെയാണ് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് വന്നേക്കുന്നത്. വൺസ് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ക്ലോസിങ്ങും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ക്ലോസിങ് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് ഇനിയും ഒരു ബെയറിഷ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ബെയറിഷ് കണ്ടിന്യൂസ് ചെയ്യാനുള്ള വരാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുക. ആൻഡ് അതല്ല എങ്കിൽ എന്താ പറയുക, നമുക്ക് ഇവിടെ വീണ്ടും ഒരു നല്ല ക്യാൻഡിൽ വന്നിട്ട് ഹൈ മീൻസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ടച്ച് ചെയ്ത് നമുക്കൊരു വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് അപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഔട്ടായോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഔട്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ കഴിയില്ല. ലെവൽസിന് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് 22,400 ലെവൽസിൽ പ്ലസ് ആ ഒരു സ്ഥലത്ത് ക്യാൻഡിൽ ഫോർമേഷൻ, ഒരു മെയിനായിട്ട് നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിൻ്റെ ഒരു ക്യാൻഡിൽ ഫോർമേഷനും കൂടി നോക്കിയതിന് ശേഷം മാത്രം ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്, അതായത് ഒരു
ബിയറിഷിലേക്ക് നിങ്ങൾ നീങ്ങിയാൽ മതി. അല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് സ്ട്രക്ചറിൽ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അവിടെ ബുള്ളിഷ് കണ്ടിന്യൂ ചെയ്യാണ്ട് അല്ലെങ്കിൽ ബിയറിഷിലേക്ക് കൺഫേം ചെയ്യാണ്ട് നമുക്ക് ആ ട്രെൻഡിനെ നമുക്ക് റിവേഴ്സലാക്കാമല്ല. ബട്ട് എപ്പോഴും ട്രെൻഡാണ് നമ്മുടെ ട്രെൻഡ്. അപ്പോൾ ആ ട്രെൻഡിനനുസരിച്ച് പോകാൻ തന്നെ നോക്കാം. ഈവൻ ബാങ്ക് നിഫ്റ്റിക്കും ആ ഒരു ലെവൽസ് ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും ഓൾമോസ്റ്റ് ആ ലെവലിലാണ്. ബാങ്ക് നിഫ്റ്റി ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണാം. ആ തേർഡ് ക്യാൻഡലിന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. ആൻഡ് അവിടെ നിന്നാണ് ബാങ്ക് നിഫ്റ്റിയും ഒന്ന് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും ഒന്ന് താഴേക്ക് നിൽക്കുന്നത്. ബട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ സ്റ്റിൽ നമുക്ക് മാറി എന്ന് പറയാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ നമുക്ക് OA ഡാറ്റ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ പറയാം അല്ലേ. അവിടെ നമുക്ക് നല്ല സപ്പോർട്ട് നിൽക്കുന്നു. 48,500 നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ഹൈ കാര്യങ്ങളാണ്. ഇവിടുന്ന് ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നല്ലൊരു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈൻ്റെ ലെവലിൻ്റെ താഴെ നമുക്ക് എങ്ങനെ ക്ലോസിങ് കിട്ടുന്നു എന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു കണ്ടിന്യൂഷൻ ക്യാൻഡിൽ വരിക. ആൻഡ് ഇവിടെ നമുക്കൊരു ഒരു ബീറിഷ് ക്യാൻഡിൽ, ബീറിഷ് മയർബോസ് ക്യാൻഡിലാണ്. ഏത് ക്യാൻഡിലാണെങ്കിലും ഇവിടെ നിന്ന് നമുക്കൊരു ബീറിഷ് ക്യാൻഡിലാണ്. ഇവിടെ നമുക്കൊരു ഹൈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാങ്ക് നിഫ്റ്റിക്ക് ഫോൾ ആവാനുള്ള ചാൻസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. പ്ലസ് നമ്മളൊരു പ്രൈസ് ആക്ഷൻ ലെവലും കൂടി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. ആൻഡ് എല്ലാ നിഫ്റ്റി ആൻഡ് ഫിൻ നിഫ്റ്റി എല്ലാത്തിലും നമുക്കൊരു റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കാണാം. ഇത് നമുക്ക് നിഫ്റ്റിയുടെ മിഡ് സെലക്റ്റാണ്. മിഡ് സെലക്റ്റിലാണെങ്കിലും സെയിം ആ ഒരു സെൽ ഓഫ് ക്യാൻഡലിൻ്റെ അവിടെ വന്നിട്ട് ഇപ്പോഴും ആ ഒരു എന്താ പറയുക, ആ ഒരു റാലിക്ക് ഇവിടെ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാണ്ട് അവിടെ നിന്നൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ പോലെ അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിൽ പാറ്റേൺ പോലെ നമുക്ക് മിഡ് ക്യാപ്പിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എവറി ഇൻഡെക്സിൽ നമുക്ക് ചെറിയൊരു ബിറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് അതിനൊരു കൺഫേം ആയിട്ടില്ല. റിവേഴ്സ് ആയി എന്ന് നമുക്ക് കൺഫേം ആയിട്ടില്ല. ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വരുന്ന നെക്സ്റ്റ് ഡേ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. ആൻഡ് നമുക്ക് ജസ്റ്റ് ഇനി മാർക്കറ്റ് ഒന്ന് ക്ലോസ് ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാൾ ഉണ്ടായത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അത് എഫക്റ്റ് ആയതിട്ടില്ല. ഗിഫ്റ്റ് നിഫ്റ്റി ലാസ്റ്റ് ഒന്ന് അപ്പാവാൻ തന്നെ ശ്രമിച്ചിട്ടുള്ളൂ. സോ അത് നമുക്ക് നല്ലൊരു ന്യൂസായിട്ട് വേണം. അതല്ലെങ്കിൽ നമുക്ക് ബിയറിഷ് സെൻറ്റിമെൻറ്റ് ഇല്ല എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഔട്ടായിട്ടില്ല. മേ ബി ആ ഒരു ലെവലിൽ നിന്ന് ഒന്ന് മേളിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈവൻ ഗ്യാപ്പ് അപ്പ് ആണെന്ന് വിചാരിച്ച് നമ്മൾ നമുക്ക് ഹാപ്പി ആവാൻ എന്നുള്ള കാര്യങ്ങളൊന്നും അതല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ക്യാൻഡിൽ ഫോർമേഷൻ ആണ് നമുക്ക് രണ്ടിലും, നമുക്ക് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് നമുക്കിനി വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ലെവൽസിനെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു എപ്പോഴും പറയാറുള്ള മാതിരി ഒരു സേഫായിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങളിന് അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ വൺസ് നമ്മുടെ ഇതിൽ നിന്ന് പോയാലും നമ്മുടെ ക്യാപിറ്റലോ അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിനോ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അത് നിൽക്കും. അപ്പോൾ അതാണ് നമുക്കിനി മൺഡേയിലുള്ള മാർക്കറ്റ് അനാലിസിസിലേക്ക് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.